PV അൻവർ UDF-ലേക്ക് കെ സുധാകരനുമായി ചർച്ച നടത്തി. ഡൽഹിയിൽ ലീഗ് നേതാക്കളെ കണ്ട PV അൻവർ SP BSP നേതാക്കളുമായി ചർച്ച നടത്തി PV അൻവർ. നടൻ വിജയുടെ പാർട്ടിയുമായി PV അൻവറിന്റെ കൂടിക്കാഴ്ച. ശ്രമം DMK പ്രവേശനം പാളിയതോടെ ഒടുവിൽ തൃണമൂലിലേക്കെന്ന PV അൻവർ. ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് സമയം ചോദിച്ച PV അൻവർ ശരിക്കും നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയത് P ശശിയുടെ പങ്ക് പരിശോധിക്കണമെന്ന് PV അൻവർ. ശരിക്കും PV അൻവർ ആരാണെന്നല്ലേ ഇപ്പോൾ ചിന്തിക്കുന്നത്? നിങ്ങൾ മാത്രമല്ല, അൻവറിനെ പരിചയമുള്ളവരും ഇല്ലാത്തവരുമായ എല്ലാവരുടെയും സംശയം അതുതന്നെയാണ്. കഴിഞ്ഞ കുറച്ചുനാൾ മുൻപ് വരെ പിണറായി വിജയനെ പിതൃസ്ഥാനത്ത് കണ്ടിരുന്ന നിലമ്പൂർ MLA വിനീത വിധേയനായ സഖാവായിരുന്നു. ശത്രുക്കൾക്ക് അയാൾ വനഭൂമിയിൽ റിസോർട്ടും തടയണയും സ്വന്തമായുണ്ടായിരുന്ന ആഫ്രിക്കയിലെ ഖനി മുതലാളിയായ അൻവർ ആയിരുന്നു. LDF വിട്ട പിണറായിയെ ആജന്മ ശത്രുവായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അയാൾ കരുണാനിധിയേക്കാൾ വലിയ DMK നേതാവായി. എന്നിരുന്നാലും യുവാക്കൾക്കിടയിൽ അയാൾ ആന്റി കുഴിമന്തി വക്താവും ആന്റി പൊരിച്ച ഐസ്ക്രീം നേതാവുമായി അറിയപ്പെട്ടു. അപ്പുറം പാക്കലാം എന്ന് പറഞ്ഞു പോയ അൻവറിനെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് കാലുവെക്കാൻ പോലും MK സ്റ്റാലിൻ അനുവദിച്ചില്ലെന്നത് അങ്ങാടിപ്പാട്ടാണ്. പാലക്കാടും വയനാടും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ അയാൾ രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ കോൺഗ്രസുകാരനായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ DNA-യിൽ നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അൻവറിന് പ്രിയങ്ക ഗാന്ധിയുടെ കാര്യത്തിൽ ആ സംശയമില്ലെന്നത് ഗാന്ധി കുടുംബത്തിന് ഏറെ ആശ്വാസമായി. തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ VD സതീശൻ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഭാവിക്കാതിരുന്നതോടെ അൻവറിക്കയ്ക്ക് തന്റെ മതവും വിശ്വാസങ്ങളും പെട്ടെന്ന് ഓർമ്മ വന്നു. പിന്നീട് അങ്ങോട്ടൊരു യാത്രയായിരുന്നു. സിരകളിൽ പിണറായി വിരുദ്ധതയും മനസ്സിൽ മുഖ്യമന്ത്രിയാകണമെന്ന സ്വപ്നവുമായി അയാൾ യമുനയുടെ തീരങ്ങളിലൂടെ അലഞ്ഞു. ലീഗ് നേതാക്കളുമായി പലവട്ടം കൂടിക്കാഴ്ച. ആവശ്യമറിയിച്ചപ്പോൾ അൻവർ ദക്ഷിണ വയ്ക്കുമോ എന്ന് ഭയന്ന കുഞ്ഞാലിക്കുട്ടി തന്നെ വാതിൽ കൊട്ടിയടച്ച് നിലമ്പൂരിലെ 6-ാം തമ്പുരാനെ ചവിട്ടി പുറത്താക്കി. മനസ്സിലെ തീവ്രമായ ആഗ്രഹം അൻവറിന് വീണ്ടും വഴികാട്ടിയായി. സമാജ്വാദി പാർട്ടിയുമായി പലവട്ടം ചർച്ചകൾ നടത്തിയെങ്കിലും ആഫ്രിക്കയിൽ കൂടി സമാജ്വാദി പാർട്ടി ആരംഭിക്കാൻ താല്പര്യമില്ലെന്ന് മായാവതി പറഞ്ഞതോടെ അൻവറിന് സമാജ്വാദി പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണെന്ന് തോന്നൽ വന്നു. വീണ്ടും അയാൾ ഡൽഹിയിലെ തെരുവോരങ്ങളിൽ വലിയ പ്രതീക്ഷകളുമായി അലഞ്ഞു. BSPയുമായി നടത്തിയ ചർച്ചകൾ കൂടി വിഫലമായതോടെ അൻവർ ആ സത്യം തിരിച്ചറിഞ്ഞു. താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് വിശ്വസിക്കുന്ന മലയാളികളെക്കാൾ കൂടുതൽ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളാണ് താൻ മുഖ്യമന്ത്രിയാകുമെന്ന് വിശ്വസിക്കുന്നതെന്ന് അൻവർ തിരിച്ചറിഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോയി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു. തുടർന്ന് ഒരു പ്രതിജ്ഞയും എടുത്തു. അടുത്ത വാർത്താ സമ്മേളനം ബംഗാളി ഭാഷയിലായിരിക്കും. അൻവറിക്ക ബംഗാളി ഭാഷയിൽ പത്രസമ്മേളനം നടത്താനുള്ള പരിശീലനം നടത്തുന്നതിനിടെയായിരുന്നു പുതിയ ചില സംഭവ വികാസങ്ങൾ കേരളത്തിലുണ്ടായത്. വിഷയത്തിൽ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിക്ക് ഇടപെടാതിരിക്കാനാകുമായിരുന്നില്ല. ഉടൻ അദ്ദേഹം തന്റെ വിവിധ കഥാപാത്രങ്ങൾ അഴിച്ചുവെച്ച് CBI കേരള ജനതയ്ക്ക് മുന്നിൽ അവതരിച്ചു. മുൻ AD നവീൻ ബാബുവിനെ P ശശി കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് കണ്ടെത്തി വാർത്താ സമ്മേളനത്തിൽ കുറ്റപത്രവും സമർപ്പിച്ചു. ലൈൻ കമ്പിയിലിരിക്കുന്ന കാക്കയ്ക്ക് ഷോക്കടിച്ചാലും ഓട്ടോറിക്ഷ ഇൻഡിക്കേറ്റർ ഇടാതെ യൂട്ടേൺ എടുത്താലും P ശശിയും പിണറായി വിജയനും ചേർന്ന് നടത്തിയതാണെന്ന് ആരോപിക്കുന്ന PV അൻവറിന് നവീൻ ബാബു വിഷയത്തിൽ ഇടപെടാതിരിക്കാൻ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. ഇവിടെയാണ് അൻവർക്ക് ഇലൂമിനാറ്റിയാണോ എന്ന് പിള്ളേരൊക്കെ ചോദിച്ചു പോകുന്നത്. ഗൗരവകരമായ ആരോപണങ്ങൾ P ശശിയെ പെടുത്തിയതും ഇപ്പോൾ സംരക്ഷിക്കുന്നതും ഇതേ അൻവർക്ക് തന്നെയാണ്. നാട്ടിൽ ഇടിവെട്ടിയാലും പിന്നിൽ P ശശിയും പിണറായി വിജയനുമാണെന്ന് അൻവർ പറയുന്നതോടെ സംസ്ഥാന സർക്കാരിന് ആശ്വാസമാണ്. എന്തായാലും അൻവർ CBI കാരണം രക്ഷപ്പെട്ടത് P ശശി എന്ന ഉന്നതനായ CPM നേതാവാണ്. PV അൻവർ ട്രംപിനോട് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചുവെന്നത് ഏതെങ്കിലും ഒരു വിരുദ്ധന്റെ നേരം പോക്കാണെന്ന് സമാധാനിച്ചുകൊണ്ട് കേരള ഡയലോഗിന്റെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കും.